ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുന്ന സമയത്ത് അല്ലാഹുവേ ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ. ആരാണ് ആയിഷ ബീവി എന്നറിയോ? ആരാണ് ആയിഷ ബീവി എന്നറിയോ? അബൂബക്കർ സിദ്ദീഖിൻ ആരംഭ പൊന്നുമോളെ ആറ്റൽ നബിയാരെ അരിമുല്ല മഹദിയാളെ ആയിഷ ബിയെന്ന ആദര ബീവിയാളെ അഖിലം സ്തുതി പാടും അഴകുറ്റ തരുണിയാളെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ എൻ്റെ ഭാര്യയാകുന്ന ആയിഷക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുകയാ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, നമ്മുടെ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, പേരക്കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണേ. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? അത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറുണ്ടാകുന്നതാണ്, സമാധാനം ഉണ്ടാകുന്നതാണ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാകാത്തവരെ ഖൈറായ ഇണകളെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 15, 16, 20, 25 വർഷമായി ഉസ്താദേ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായിട്ടില്ല എന്ന സങ്കടം പറയുന്നവരുണ്ടല്ലോ, അവർക്കുള്ള വലിയ പരിഹാരമാണ് പരിശുദ്ധമായ ഈ ദുആ. അതുകൊണ്ട് ഈ ദുആ നമ്മൾ നിത്യമാക്കാൻ മറന്നു പോവരുതേ. അങ്ങനെ ആയിഷ ബീവിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ആയിഷ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തപ്പോ നിനക്ക് സന്തോഷമായോ മോളെ? ആ സമയത്ത് ആയിഷ ബീവി പറയുന്നു, നബിയേ എനിക്ക് സന്തോഷമായി, എനിക്ക് തൃപ്തിയായി, എനിക്ക് സമാധാനമായി. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആയിഷ നിനക്ക് വേണ്ടി ഒരു പ്രാവശ്യമാണ് ഞാൻ ദുആ ചെയ്തത്, പക്ഷേ എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി, എന്റെ സമുദായത്തിന് വേണ്ടി, ഈ പറയുന്ന എനിക്ക് വേണ്ടി, കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് നബി തങ്ങൾ എല്ലാ വഖത്ത് 5 നമസ്കാരങ്ങൾക്ക് ശേഷവും ദുആരക്കാറുണ്ടായിരുന്നു. എല്ലാ നബിമാർക്കും നമ്മുടെ വിഷയമത അവസാനത്തിലേക്ക് കടക്കുകയാണ്. പ്രണയം മദീനയിലേക്ക് മാത്രമല്ല, പ്രണയം മദീനയിലേക്ക് മാത്രമല്ല, ആ മദീനയുടെ രാജകുമാരനാകുന്ന മുത്ത് റസൂൽ പഠിപ്പിച്ച എല്ലാ കാര്യത്തിലേക്കും നമുക്ക് പ്രണയവും ഇഷ്ടവും സ്നേഹവും ഉണ്ടാവണം. അല്ലാഹുവേ നമ്മുടെ ഇഷ്ടവും പ്രണയവും ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് അത് അല്ലാഹുവിന്റെ ഹബീബിനോട് തന്നെ മാത്രമാണ്. അതല്ലേ നമ്മൾ ഈ പറയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എല്ലാ നബിമാർക്കും ഒരു ദുആ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, ഒരൊറ്റ ചാൻസ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ഒരൊറ്റ ദുആ എല്ലാ പ്രവാചകന്മാരും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു യാതൊരു മറയുമില്ലാതെ ആ ദുആ സ്വീകരിക്കുന്നതാ. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും നബിമാരും റസൂലുമാരും അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തിയവരാ. മഹാനായ ആദം നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും സുലൈമാൻ നബിയും യൂസുഫ് നബിയും അയ്യൂബ് നബിയും എല്ലാ പ്രവാചകന്മാരും ആ ഒരു ചാൻസ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉപയോഗപ്പെടുത്തിയവരാ. പക്ഷേ നബി തങ്ങൾ പറയുകയാണ്, ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആ ഒരു അവസരം മാറ്റിവെച്ചിരിക്കുകയാ. എങ്ങോട്ടാണെന്നറിയോ? അത് ആഖിറത്തിലേക്കാണ്, ഖിയാമത്ത് നാളിലേക്കാ. എല്ലാവരും ഇങ്ങനെ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ, ഒരു ചാണ് മുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയമാണല്ലോ മഹ്ശറ. അതല്ലേ മഹാനായ അല്ലാമ ഇഖ്ബാൽ പാടിയത്, ഖുദാ കേ റൂബറോജ് സിദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ, ഉസീ ദിൻ ബാപ്പ് ബേटे का न बेटा बाप का होगा. ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സന്ദർഭമാ. മാതാപിതാക്കൾ
മാതാക്കൾ മക്കളെ നോക്കുകയില്ല, ഭാര്യ ഭർത്താവിനെ മൈൻഡ് ചെയ്യുകയില്ല, സഹോദരി സഹോദരന്മാര് കണ്ടാലും മിണ്ടുകയില്ല, അതുപോലെ കൂട്ടുകാരന്മാരും കാമുകന്മാരും. അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനാകുന്ന ഇസ്മായിൽ നബിയെ തിരിഞ്ഞു നോക്കാത്ത സമയമാ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഉമ്മയാകുന്ന മറിയം ബീവിയെ തിരിഞ്ഞു നോക്കാത്ത സന്ദർഭമാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനാകുന്ന ഹാറൂൻ നബിയെ പോലും തിരിഞ്ഞു നോക്കാത്ത സന്ദർഭമാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, അൽയൗമ അസ്അലുക ഇല്ലാ നഫ്സി. എല്ലാ പ്രവാചകന്മാരും പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബേ ഇന്നത്തെ കാര്യം എന്താകും, എന്റെ ഇന്നത്തെ കാര്യം എന്താകും, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് എല്ലാ പ്രവാചകന്മാരും അതാ അന്താളിച്ച് നിൽക്കുന്ന, സംശയത്തിൽ നിൽക്കുന്ന സന്ദർഭമാണ്. അൽയൗമ ലാ അസ്അലുക നഫ്സി ശൈആ വലാ ബിന്തി ഫാത്തിമ വലാകിൻ ഉമ്മതി ഉമ്മതി ഉമ്മതി. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, എല്ലാ പ്രവാചകന്മാരും സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന മഹ്ശറയില് ഞാൻ കടന്നു വന്നിട്ട് ഞാൻ ആദ്യം പരിഗണിക്കുന്നത് എന്റെ പൊന്നുമോളാകുന്ന ഫാത്തിമയുടെ കാര്യമല്ല, എന്റെ ഭാര്യയാകുന്ന ഖദീജയുടെ കാര്യമല്ല, എന്റെ ഭാര്യയാകുന്ന ആയിഷയുടെ കാര്യമല്ല, എന്റെ പേരക്കുട്ടികളാകുന്ന ഹസൻ ഹുസൈൻ തങ്ങളുടെ കാര്യമല്ല. ഞാൻ ആദ്യം പരിഗണിക്കുന്നത്, ഞാൻ ആദ്യം ശുപാർശ ചെയ്യുന്നത് എന്റെ പാവപ്പെട്ട ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയാ, ഈ പറയുന്ന എനിക്ക് വേണ്ടി കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നതെന്ന് മുത്തായ ഹബീബ് തന്നെ പറഞ്ഞു തരുകയാ. يوم يدعو آدم وأنبياء نفسي 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 يوم يدعو خير خلق الأنبياء أمتي يا أمتي يا أمتي. എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നിട്ട് റബ്ബേ എന്റെ കാര്യം എന്ന് പറയുമ്പോ ഞാൻ ആ സമയത്ത് കടന്നു വന്നിട്ട് എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്താണെന്ന് ചിന്തിക്കുകയാണെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരുകയാ. ഒരിക്കൽ മദീന പള്ളിയുടെ അകത്തളത്തിലിരുന്നിട്ട് അള്ളാന്റെ പ്രവാചകർ ഇങ്ങനെ ദുആരക്കുകയാ. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, നബിയെ എന്താണ് ദുആരക്കുന്നത്? ആ സമയത്ത് മഹാന്മാരായ സ്വഹാബിമാരോട് നബി തങ്ങൾ പറയുകയാണ്, വദിത്തു ലൗ റഅയ്തു അഹ്ബാബി. സ്വഹാബാ, എന്റെ ഹബീബന്മാരെ, എന്റെ കൂട്ടുകാരെ, എന്റെ സ്നേഹിതന്മാരെ ഞാൻ കാണാൻ കൊതിക്കുകയാണ് സ്വഹാബത്തെ. ആ സമയത്ത് ഖാലൂ, ആ സ്വഹാബിമാര് പറയുകയാണ്, അവനഹ്നു അഹ്ബാബുക യാ റസൂലല്ലാഹ്. നബിയെ ഞങ്ങളല്ലയോ താങ്കളുടെ കൂട്ടുകാർ, ഞങ്ങളല്ലയോ താങ്കളുടെ ഹബീബന്മാർ, ഞങ്ങളല്ലയോ താങ്കളുടെ സ്നേഹിതന്മാർ. നബി തങ്ങൾ പറയുന്നു, അന്തുമ്മ സുഹാബി, നിങ്ങൾ എന്റെ കൂട്ടുകാരല്ല, നിങ്ങൾ എന്റെ സ്വഹാബത്താ, നിങ്ങൾ എന്റെ അനുചരന്മാരാ, നിങ്ങൾ എന്റെ സന്തത സഹചാരികളാ. പക്ഷേ എന്റെ കൂട്ടുകാർ ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ല, എന്റെ ഹബീബന്മാർ ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ല, എന്റെ സ്നേഹിതന്മാർ ഈ ലോകത്ത് കടന്നു വന്നിട്ടില്ല. ഞാൻ അവരെ കണ്ടിട്ടില്ല സ്വഹാബാ, അവരെന്നെയും കണ്ടിട്ടില്ല സ്വഹാബാ. പക്ഷേ അവരെന്നെ കണ്ടതുപോലെയാണ് എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ആ കൂട്ടുകാരന്മാരെ കാണാൻ കൊതിക്കുകയാണെന്ന് അള്ളാന്റെ ഹബീബ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് പറഞ്ഞ നമ്മെ കാണാൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ പ്രണയത്തിന്റെ ഭാജനം. അതുകൊണ്ട് പ്രണയം മദീനയോട് വേണേ, പ്രണയം അള്ളാന്റെ ഹബീബിനോട് വേണേ, പ്രണയം നമ്മുടെ ഭാര്യമാരോട് വേണേ, ഇഷ്ടവും സ്നേഹവും നമ്മുടെ ഉമ്മമാരോട്, വാപ്പമാരോട്, നമ്മുടെ മക്കളോട് വേണേ. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാ. ഒരിക്കൽ 4 മലക്കുകൾ കടന്നു വരികയാ, 4 മലക്കുകൾ കടന്നു വരികയാ. മദീനയിൽ പോവാൻ ആഗ്രഹിക്കുന്നവരെ, മദീനയെ പ്രണയം വെക്കാൻ ആഗ്രഹിക്കുന്നവരെ, മദീനയുടെ രാജാവാകുന്ന ആദരവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ആ ഹബീബിന്റെ ചാരത്തേക്ക് 4 മലക്കുകൾ കടന്നു വരുന്നു. 4 മലക്കുകൾ വന്നു. 4 മലക്കുകൾ വന്നിട്ട് ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാ.
എന്നിട്ട് ഓരോ മലക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ആദ്യം പറഞ്ഞത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ, മൻ സല്ല അലൈക അശറതൻ സുബാഹൻ വ അശറതൻ മസാആ, താങ്കളുടെ മേൽ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ രാവിലെയും വൈകിട്ടും 10 സ്വലാത്ത് ചൊല്ലിയാൽ, എത്ര? 10 സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അവനിക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഹഫളതുഹു അല സുറാത്തി കൽ ബർഖി യാ ഹബീബല്ലാഹ്, മിന്നലിന്റെ വേഗതയിലെ സിറാത്ത് പാലം ഞാൻ അവനെ കടത്തിക്കൊണ്ടുപോകും നബിയെ എന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ. രണ്ടാമതായി പറയുന്നത് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. അസ്രായീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ, മൻ സല്ല അലൈക അശറതൻ സുബാഹൻ വ അശറതൻ മസാആ, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ രാവിലെയും വൈകിട്ടും 10 സ്വലാത്ത് വീതം ചൊല്ലിക്കഴിഞ്ഞാൽ അഖത്തു റൂഹഹു കമാ തഅഖുദു ശഅറതു മിനൽ അജീൽ, അല്ലാഹുവേ, വെണ്ണയിൽ നിന്നും നൂല് വലിച്ചെടുക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ പതിയായിരിക്കും അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുക എന്ന് അസ്രായീൽ എന്ന മലക്ക് പറയുകയാ. മൂന്നാമത് വരുന്നത് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമ. മീകായിൽ പറയുന്നു, നബിയേ, രാവിലെയും വൈകിട്ടും ഒരു മനുഷ്യൻ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാ അഅതൈതുഹു ശർബതൻ ലം യൽമ ബഅദഹാ അബദാ, ആഖിറത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു വരുമ്പോ അവനിക്ക് ഞാൻ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും നബിയേ. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാ പിന്നെ ജീവിതത്തിൽ അവനിക്ക് ദാഹം ഉണ്ടാവുകയേ ഇല്ല. നാലാമതായി കടന്നു വരുന്നത് ഇസ്രാഫീൽ എന്ന മലക്ക. ഇസ്രാഫീൽ എന്ന മലക്ക് വന്നിട്ട് പറയുന്നു, നബിയേ, രാവിലെയും വൈകിട്ടും ഒരു മനുഷ്യൻ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാ എന്താണ് അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്നറിയോ? സജദതു സജദതൻ തഹതൽ അർശി ലം അർഫഉ റഅസി ഹത്താ യുഗ്ഫറു ലഹു, നബിയേ, എന്റെ അർശിന്റെ താഴ്ഭാഗത്ത്, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് ഞാൻ സുജൂദ് ചെയ്യും. സുജൂദ് ചെയ്തിട്ട് താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയ ഒരു മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുക്കുന്നത് വരെ ഞാൻ എന്റെ തല ഉയർത്തൂല നബിയേ എന്ന് മഹാന്മാരായ മലക്കുകൾ വന്ന് പറയുകയാ. എന്റെ സഹോദരന്മാരെ, 10 സ്വലാത്താണ് നമ്മൾ ഒരു ദിവസം ചൊല്ലേണ്ടത്. നമ്മളൊക്കെ ഓരോ നമസ്കാരത്തിന് ശേഷവും പലപ്പോഴും സ്വലാത്ത് ചൊല്ലാറുള്ളവരല്ലേ? നമസ്കാരങ്ങൾക്ക് ശേഷം ദുആരക്കുമല്ലോ. ദുആ ചെയ്തതിനു ശേഷം ഒരു 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാ ഒരു ദിവസം നമുക്ക് 15 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാമല്ലോ. നബി തങ്ങൾ ഹദീസിൽ പറഞ്ഞത് 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാനല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലി നമ്മുടെ പ്രണയവും നമ്മുടെ ഇഷ്ടവും മദീനയിലേക്കൊന്ന് പറഞ്ഞയക്കേണ്ടതുണ്ട്. ഒന്ന് എഴുന്നേറ്റ്